ഹലോ! ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ മന്തിയുടെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങ നീരും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കുറച്ച് മസാല നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് 2, 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ചേർത്ത് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേനും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വാങ്ങി വയ്ക്കാം. ഈ സോസാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചിക്കൻ ചെറിയ പീസാക്കി മുറിച്ചത്. ഇനി ഓവൻ ഒരു 200 ഡിഗ്രിയിൽ ചൂടാക്കി ഇടുക. ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ചിക്കൻ്റെ പീസൊക്കെ എടുത്തിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. എത്തിയല്ലോ, സഹായ കമ്മിറ്റിക്കാരൊക്കെ എത്തി. അപ്പോൾ ഇനി ചിക്കൻ്റെ പണിയൊക്കെ അവർ നോക്കിക്കോളും. നമുക്ക് മന്തിയുടെ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ നന്നായിട്ട് മൂപ്പിക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും സവാളയും 2 ബേ ലീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചിക്കൻ്റെ മസാലയില്ലേ, അതിൽ നിന്ന് കുറച്ച് ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല. ഇതാണ് ബോംബെ ബിരിയാണി മസാല. ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇപ്പം നിങ്ങൾ ചോദിക്കും, ബിരിയാണി മസാല ചേർത്തിട്ട് എങ്ങനെയാണ് മന്തി ഉണ്ടാക്കാമെന്ന്. ഉണ്ടാക്കാം, ഞാൻ ഉണ്ടാക്കിയല്ലോ. ഇതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളകും അരിയും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് വേവിച്ച് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മന്തി റെഡിയായി. പിന്നെ ഈ പാചകത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരുടെ കയ്യിലും കാണൂലേ ഇതുപോലെ ചെറിയ ചില നുറുങ്ങ് വിദ്യകളൊക്കെ. അതൊക്കെ ചേർക്കുമ്പോഴാണല്ലോ നമ്മുടെ ചില റെസിപ്പീസ് ഹിറ്റാവുന്നതും സ്പെഷ്യലാവുന്നതും. എന്തായാലും ഈ മന്തി കഴിച്ചവർക്കൊക്കെ ഒറ്റ കാര്യം പറയാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ, സൂപ്പർ.